ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആവർത്തന പട്ടികയെക്കുറിച്ചാണ്. കെമിസ്ട്രിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ആവർത്തന പട്ടിക. മൂലകങ്ങളുടെ വർഗ്ഗീകരണം, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തി പോകുന്നത്. അപ്പം ആവർത്തന പട്ടികയിലേക്ക് വരുമ്പോൾ എന്താണ് ആവർത്തന പട്ടിക എന്ന് ചോദിച്ചിട്ടുള്ള ഒരു എലമെൻസിൻ്റെ ഈ മൂലകങ്ങളെ നമ്മളൊരു പർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ ഫോമിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് പീരിയോഡിക് ടേബിൾ അഥവാ ആവർത്തന പട്ടിക എന്ന് പറയുന്നത്. അപ്പം ആവർത്തന പട്ടിക എന്ന് പറയുന്നത് മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്ന പട്ടികയാണ് ആവർത്തന പട്ടിക എന്ന് പറയുന്നത്. ഇനി ആവർത്തന പട്ടിക തന്നെ രണ്ടായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. രണ്ട് പ്രധാനപ്പെട്ട ആവർത്തന പട്ടികകളുണ്ടെന്ന് പറയാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആവർത്തന പട്ടിക എന്ന് പറയുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയും. അതിന് മുമ്പ് മറ്റൊരു സമ്പ്രദായമാണ് ഉപയോഗിച്ചിരുന്നത്, മറ്റൊരു പീരിയോഡിക് ടേബിളാണ് ഉപയോഗിച്ചിരുന്നത്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. ആവർത്തന പട്ടികയുടെ പിതാവ്, പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റാണ് ദിമിത്രി മെൻഡലീവ്. ദിമിത്രി മെൻഡലീവ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് മെൻഡലീവ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലി. ഹെൻറി മോസ്ലി ഓർത്തിരിക്കുക. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെൻഡലീവ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ഹെൻറി മോസ്ലി. ഇനി ഈ പീരിയോഡിക് ടേബിളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരുടെയും പീരിയോഡിക് ടേബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ഈ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പം മെൻഡലീവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മൂലകങ്ങളെ അവയുടെ അറ്റോമിക് മാസിനെ അടിസ്ഥാനമാക്കി വർഗീകരിച്ചിരിക്കുന്നതാണ് മെൻഡലീവ് എന്ന് പറയുന്നത്. അപ്പം മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് പറയുന്നത്. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞു ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ഹെൻറി മോസ്ലി. അല്ലെങ്കിൽ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ആവർത്തന പട്ടിക എന്ന് പറയുന്നത് മോസ്ലി അവതരിപ്പിച്ച ആവർത്തന പട്ടികയാണ്. ആ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനമാക്കിയാണ് മോസ്ലിയുടെ പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. രണ്ടും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അറ്റോമിക് മാസിനെ അടിസ്ഥാനമാക്കി മൂലകങ്ങളെ ക്രമീകരിച്ചത് മെൻഡലീവും അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനമാക്കി മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ഹെൻറി മോസ്ലിയുമാണ്. ഓർത്തിരിക്കുക, രണ്ടുകൂടെ മാറിപ്പോലെ. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീവ്, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മോസ്ലി. ഇനി ആവർത്തന പട്ടികയിലേക്ക് വരുമ്പോഴത്തേക്ക് ആവർത്തന പട്ടികയിൽ ഈ മൂലകങ്ങളെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ റോസ് ആൻഡ് കോളംസ്, റോസ് ആയിട്ടും കോളം വൈസും ആണ് മൂലകങ്ങൾ നമ്മളവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ആധുനിക ആവർത്തന പട്ടികയിൽ 7 പീരിയഡുകളാണുള്ളത്. 7 അതായത് റോസിന് പറയുന്ന പേരാണ് പീരിയഡ്സ് നമ്മൾ പറയും. 7 പീരിയഡുകളും അതുപോലെ തന്നെ 18 ഗ്രൂപ്പുകളും അടങ്ങുന്നതാണ് ആധുനിക ആവർത്തന. അപ്പോൾ പീരീഡുകളുടെ എണ്ണം ഓർത്ത് വെച്ചോണം. ആധുനിക ആവർത്തന പട്ടികയിലെ പീരീഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7, എന്നാൽ ഗ്രൂപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. ആവർത്തന പട്ടികയിൽ നിലവിൽ ഇതുവരെ ഉള്ളത് ആകെ മൂലകങ്ങൾ എന്ന് പറയുന്നത് 118 മൂലകങ്ങളെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ പീരീഡുകളുടെ എണ്ണം 7, ഗ്രൂപ്പുകളുടെ എണ്ണം 18, നിലവിൽ മൂലകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 118. ഇനി പുതിയ മൂലകങ്ങൾ കണ്ടെത്തുമ്പോൾ അതിനെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആവർത്തന പട്ടികയിലെ ആകെ 118 മൂലകങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ ആകെ 118 മൂലകങ്ങളിൽ 92 എണ്ണമാണ് നാച്ചുറലി ഒക്കറിങ്, സ്വാഭാവിക മൂലകങ്ങൾ എന്ന് പറയുന്നത്. ആവർത്തന പട്ടികയിലെ നാച്ചുറൽ എലമെൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 92. ബാക്കിയുള്ളവ മനുഷ്യനിർമ്മിത മൂലകങ്ങളാണ്, മാൻമെയ്ഡ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ആവർത്തന പട്ടികയിലെ ആകെ മൂലകങ്ങളുടെ എണ്ണം 118, സ്വാഭാവിക മൂലകങ്ങളുടെ എണ്ണം 92, ബാക്കിയുള്ള മൂലകങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണെന്ന് പറഞ്ഞു. അതിൽ തന്നെ ആദ്യത്തെ കൃത്രിമ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത മൂലകം എന്ന് പറയുന്നതാണ് ടെക്നീഷ്യം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ മനുഷ്യനിർമ്മിത മൂലകം എന്ന് പറയുന്ന ഏതാണ്? ടെക്നീഷ്യം. അതുപോലെ തന്നെ അവസാനത്തെ ഈ 118 എണ്ണത്തിൽ 92 എണ്ണം സ്വാഭാവിക മൂലകങ്ങൾ എന്ന് പറഞ്ഞു. അതിൽ അവസാനത്തെ സ്വാഭാവിക മൂലകം എന്ന് പറയുന്നതാണ് യുറേനിയം. ആദ്യ മനുഷ്യനിർമ്മിതം ടെക്നീഷ്യം, അവസാനത്തെ സ്വാഭാവിക മൂലകം എന്ന് പറയുന്നത് യുറേനിയം. അതുപോലെ തന്നെ അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട മൂലകം അനൻ ഒക്ടിയം. അറ്റോമിക് നമ്പർ 118 ആണ് അനൻ ഒക്ടിയം. അപ്പോൾ നിലവിൽ അവസാനത്തെ മൂലകം എന്നേ നമുക്കതിനെ പറയാൻ പറ്റത്തുള്ളൂ. ഇനി പുതിയ മൂലകങ്ങൾ കണ്ടെത്തുമ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ ഭാഗമാകുമ്പോൾ ഇത് മാറി അടുത്ത പുതിയ മൂലകത്തിൻ്റെ പേര് വരും. ഓക്കെ, ഒന്നുകൂടെ പറയാം. സ്വാഭാവിക മൂലകങ്ങളുടെ എണ്ണം 92, ആകെ മൂലകങ്ങൾ 118. ആദ്യത്തെ കൃത്രിമ മൂലകം എന്ന് പറയുന്നത് ടെക്നീഷ്യം, അവസാനത്തെ സ്വാഭാവിക മൂലകം എന്ന് പറയുന്നത് യുറേനിയം, അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട മൂലകം എന്ന് പറയുന്നത് അനൻ ഒക്ടിയം.
അറ്റോമിക് നമ്പറാണ് 118. അപ്പോൾ നമ്മൾ ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളെയും പീരീഡുകളെയും കുറിച്ചാണ് പറഞ്ഞു വന്നത്. ആവർത്തന പട്ടികയിൽ പീരീഡുകളുടെ എണ്ണം എന്ന് പറയുന്നത്, പീരീഡ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 7 പറഞ്ഞു. ഗ്രൂപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 18. ഈ പീരീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു റോ വൈസ് അറേഞ്ച്മെൻ്റ് ആണ്. റോസ് ആണ് പീരീഡ്സ് എന്ന് പറയുന്നത്, കോളമാണ് ഗ്രൂപ്പായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി പീരീഡുകളിലേക്ക് വരുമ്പോഴത്തേക്ക് 7 പീരീഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ പീരീഡിലുമുള്ള മൂലകങ്ങളുടെ എണ്ണമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ പീരീഡിൽ ഉള്ള മൂലകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 2. അപ്പോൾ 2 മൂലകങ്ങൾ മാത്രമാണ് ഏത് പീരീഡിൽ അടങ്ങിയിരിക്കുന്നത്? ഒന്നാമത്തെ പീരീഡിൽ. രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരീഡിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മൂലകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 8. നാലാമത്തെയും അഞ്ചാമത്തെയും പീരീഡുകളിലെ മൂലകങ്ങളുടെ എണ്ണമാണ് 18. 6, 7 പീരീഡുകളിലെ മൂലകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 32. അപ്പോൾ ഇവിടുന്ന് ഓർത്ത് വെച്ചോണം. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വേണേൽ ചോദിക്കാം, ഏറ്റവും ചെറിയ പീരീഡ് എന്ന് ചോദിക്കാം. ഏറ്റവും ചെറിയ പീരീഡ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. ആവർത്തന പട്ടികയിൽ 7 പീരീഡുകളാണ്. ഒന്നാമത്തെ പീരീഡിൽ 2 മൂലകങ്ങൾ, 2ഉം 3ഉം പീരീഡുകളിൽ 8 മൂലകങ്ങൾ, 4ഉം 5ഉം പീരീഡുകളിൽ 18 മൂലകങ്ങൾ, 6ാമത്തെയും 7ാമത്തെയും പീരീഡിൽ 32 മൂലകങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത പീരിയോഡിക് ടേബിളിൻ്റെ പല ബ്ലോക്കുകളായിട്ട് നമ്മൾ പീരിയോഡിക് ടേബിളിനെ തിരിക്കുകയാണ്. പീരിയോഡിക് ടേബിളിനെ നമുക്ക് 4 ബ്ലോക്കുകളായിട്ട് അറേഞ്ച് ചെയ്യാം. ആ 4 ബ്ലോക്കുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അപ്പോൾ പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4. ബ്ലോക്കുകൾ ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ് ആണ് ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളുണ്ടെന്ന് പറഞ്ഞു, ശരിയല്ലേ? 18 ഗ്രൂപ്പുകളുണ്ട്. അതുകൂടാതെ പീരിയോഡിക് ടേബിളിനെ നമ്മളിപ്പോൾ 4 ബ്ലോക്കുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുകയും ചെയ്തു, അല്ലെങ്കിൽ 4 ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഓരോ ബ്ലോക്കിലും ഏതൊക്കെ ഗ്രൂപ്പുകളാണ് വരുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് എസ് ബ്ലോക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. എസ് ബ്ലോക്കിൽ പെടുന്നത് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം മൂലകങ്ങളാണ് ഇവിടെ ഉൾക്കൊള്ളുന്നത്, എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എസ് ബ്ലോക്കിൽ പെടുന്ന ഗ്രൂപ്പുകൾ എന്ന് പറയുന്നതൊക്കെയാണ് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. അടുത്തത് പി ബ്ലോക്ക് മൂലകങ്ങളാണ്. പി ബ്ലോക്ക് മൂലകങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ബ്ലോക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മൂലകങ്ങൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെയുള്ള മൂലകങ്ങളാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പി ബ്ലോക്കിൽ. അപ്പോൾ എസ് ബ്ലോക്കിൽ ഗ്രൂപ്പ് 1ഉം 2ഉം ഉണ്ട്. പി ബ്ലോക്കിൽ ഗ്രൂപ്പ് 13 മുതൽ എവിടെ വരെയാണ്? ഗ്രൂപ്പ് 18 വരെയുള്ള മൂലകങ്ങളാണ് ഉൾക്കൊള്ളുന്നതെന്ന് പറയുന്നത്. ഇനി അടുത്ത് ഡി ബ്ലോക്കാണ് പറയുന്നത്. ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് ഡി ബ്ലോക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മൂലകങ്ങൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയുള്ള മൂലകങ്ങളാണ്. പിയിൽ ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെയും ഡി ബ്ലോക്കിൽ ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയുമുള്ള മൂലകങ്ങളെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്ന എഫ് ബ്ലോക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പീരിയോഡിക് ടേബിളിന് താഴെ 2 സെപ്പറേറ്റ് ആയിട്ടൊരു ബ്ലോക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത്. എഫ് ബ്ലോക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പറയുന്നത് ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളുമാണ്. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നതാണ് ലാന്തനൈഡ്സ് ആൻഡ് ആക്റ്റിനൈഡ്സ്. ഓർത്തിരിക്കുക, ഗ്രൂപ്പ് 1ഉം 2ഉം എസ് ബ്ലോക്കിൽ, ഗ്രൂപ്പ് 13 മുതൽ 18 വരെ പി ബ്ലോക്കിൽ, ഗ്രൂപ്പ് 3 മുതൽ 12 വരെ ഡി ബ്ലോക്കിൽ, ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും എഫ് ബ്ലോക്കിലാണ് വരുന്നത്. ഓരോ ബ്ലോക്കിലും കാണപ്പെടുന്നത് ഏതൊക്കെ ഗ്രൂപ്പ് മൂലകങ്ങൾ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഓരോ ബ്ലോക്ക് അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിലെയും മൂലകങ്ങൾക്ക് ഓരോ പേരുകൾ, പൊതുവായിട്ടൊരു പേര് പറയാറുണ്ട്. എസ് ബ്ലോക്കിലും പി ബ്ലോക്കിലും കാണപ്പെടുന്ന മൂലകങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ അഥവാ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയും. എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും മൂലകങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. അതുപോലെ ഡി ബ്ലോക്കിലെ മൂലകങ്ങളെ വിളിക്കുന്ന പേരാണ് സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. എഫ് ബ്ലോക്കിലെ മൂലകങ്ങൾക്ക് പറയുന്ന പേരാണ് അന്തസംക്രമണ മൂലകങ്ങൾ അഥവാ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അപ്പോൾ ഓർത്തിരിക്കുക, എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൂലകങ്ങൾ എന്ന് പറയുന്നതാണ് ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും. അപ്പോൾ അവ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് അടുത്തിലേക്ക് പോകാം. ആദ്യം ലാന്തനൈഡുകളെ കുറിച്ച് പറയാം. അറ്റോമിക് സംഖ്യ 57 മുതൽ 71 വരെയുള്ള മൂലകങ്ങൾക്ക് പറയുന്ന പേരാണ് ലാന്തനൈഡുകൾ. അപ്പോൾ ഏതൊക്കെയെന്നൊന്നും എല്ലാത്തിൻ്റെയും ഒന്നും പേര് പഠിച്ചു വെക്കണ്ട, തുടക്കമോ ഒടുക്കമോ എന്ന് പഠിച്ചാൽ മതി. ലാന്തനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള മൂലകങ്ങൾക്ക് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലാന്തനൈഡുകൾ എന്ന് പറയും. അതുപോലെ അടുത്തത് ആക്റ്റിനൈഡുകളാണ്. അറ്റോമിക് സംഖ്യ 90 മുതൽ 103 വരെയുള്ള മൂലകങ്ങൾക്ക് പറയുന്ന പേരാണ് ആക്റ്റിനൈഡുകൾ.
തോറിയം മുതൽ ലോറൻസിയം വരെയുള്ള ആ ഒരു ഗ്രൂപ്പ് എലമെൻസിന് പറയുന്ന പേരാണെന്ത്? ആക്റ്റിനൈഡുകൾ എന്ന് പറയും. ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര നമ്മൾ പറയുന്നുണ്ട്? ഗ്രൂപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 18 പറഞ്ഞു. ഇനി ഓരോ ഗ്രൂപ്പുകൾക്ക് ഓരോ പേരുകളുണ്ട്, അല്ലെങ്കിൽ ഇന്ന കുടുംബം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് പറയുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്, ആൽക്കലി ലോഹങ്ങൾ. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ. അവയുടെ പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു. എല്ലാത്തിൻ്റെ ഒന്നും പഠിക്കേണ്ട. ആദ്യത്തെ ഒരു 3 എണ്ണമൊക്കെയാണ് മിക്കതിലും നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കലി ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. പിന്നെ ഒരു എല്ലാം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട ആദ്യത്തെ 3 പേരുകൾ ഓർത്തു വെക്കുക. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇവയൊക്കെ എന്തിന് ഉദാഹരണമാണ്? ആൽക്കലി ലോഹങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്ത രണ്ടാമത്തെ സെക്കൻഡ് ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 2 അറിയപ്പെടുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഗ്രൂപ്പ് 2 അറിയപ്പെടുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഉദാഹരണങ്ങൾ ഗ്രൂപ്പ് 2 മൂലകങ്ങൾക്ക് ഉദാഹരണമാണ് ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. അതിൽ തന്നെ മഗ്നീഷ്യത്തിനും കാൽസ്യത്തിനുമാണ് പ്രാക്ടിക്കലി നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻസ് കൂടുതൽ. മഗ്നീഷ്യം, കാൽസ്യം എന്നൊക്കെ പറയുന്ന ഏത് ഗ്രൂപ്പിൽപ്പെടുന്ന മൂലകങ്ങളാണ്? ഗ്രൂപ്പ് 2 മൂലകങ്ങളാണ്. അവ അറിയപ്പെടുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 13, ഗ്രൂപ്പ് 13 ഗ്രൂപ്പ് 13 അറിയപ്പെടുന്ന പേരാണ് ബോറോൺ ഫാമിലി അഥവാ ബോറോൺ കുടുംബം എന്ന് പറയും. ആ പേര് ഓർത്തു വെക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ആ ഗ്രൂപ്പിലെ ആദ്യ മൂലകത്തിൻ്റെ പേര് വെച്ചാൽ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 13 അറിയപ്പെടുന്ന പേരാണ് ബോറോൺ ഫാമിലി എന്ന് പറയും. അപ്പോൾ ബോറോൺ ഫാമിലിയുടെ ആദ്യ മൂലകം എന്ന് പറയുന്ന ആരായിരിക്കണം? ബോറോൺ കുടുംബത്തിലെ ആദ്യ മൂലകം എന്ന് പറയുന്നത് ബോറോൺ ആണ്. ബോറോണിനെ കൂടാതെ ഗ്രൂപ്പ് 13 മൂലകങ്ങൾ എന്ന് പറയുന്നതാണ് അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം. അതിൽ തന്നെ ബോറോൺ അലൂമിനിയം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അലൂമിനിയം ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണെന്ന് ചോദിക്കാം. ഗ്രൂപ്പ് 13 ഉൾപ്പെടുന്ന മൂലകമാണ് എന്ന് പറയുന്നത് അലൂമിനിയം. അടുത്ത ഗ്രൂപ്പ് 14. ഗ്രൂപ്പ് 14 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാർബൺ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഗ്രൂപ്പ് 14 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാർബൺ ഫാമിലി അഥവാ കാർബൺ കുടുംബം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ മൂലകം എന്ന് പറയുന്ന ആരായിരിക്കണം? കാർബൺ ആണ്. സിലിക്കൺ, മറ്റുദാഹരണങ്ങളാണ് സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്, ഫ്ലറോവിയം. ഈ എക്സാമ്പിൾസിനകത്ത് ഇത്രയും എണ്ണം പ്രധാനപ്പെട്ടാണ്. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്. ഇവയെല്ലാം ഏത് ഗ്രൂപ്പിൽ പെടുന്നതാണ്? ഗ്രൂപ്പ് 14 പെടുന്ന മൂലകങ്ങളാണ്. അപ്പം സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ് ഓർത്ത് വെച്ചോടാ. ഗ്രൂപ്പ് 14 കാർബൺ ഫാമിലിയിൽ പെടുന്നവയാണ്. അടുത്ത ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 15. ഗ്രൂപ്പ് 15 അറിയപ്പെടുന്ന പേരാണ് നൈട്രജൻ ഫാമിലി. ഗ്രൂപ്പ് 15 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നൈട്രജൻ. ഓർത്ത് വെച്ചോണം. ഗ്രൂപ്പ് 14 കാർബൺ. ഗ്രൂപ്പ് 13 ഏതായിരുന്നു? ബോറോൺ ഫാമിലിയാണ്. ഗ്രൂപ്പ് 15 എന്ന് പറയുന്ന ഇപ്പോൾ ഏതാ പറഞ്ഞത്? നൈട്രജൻ കുടുംബമാണ്. ഗ്രൂപ്പ് 15 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നൈട്രജൻ കുടുംബം. നൈട്രജൻ ഫാമിലിയിൽ പെടുന്ന മൂലകങ്ങൾ എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മിത്ത്, മോസ്കോവിയം. മോസ്കോവിയം ഒക്കെ പറയുകയാണെങ്കിൽ സ്ഥലങ്ങളുടെ പേരിൽ നിന്ന് മൂലകങ്ങൾക്ക് പേര് നൽകാറുണ്ട്. അങ്ങനെ മോസ്കോ എന്ന സ്ഥലത്തിൻ്റെ പേരിൽ നിന്നും പേര് ലഭിച്ചിരിക്കുന്ന മൂലകമാണ് മോസ്കോവിയം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആഴ്സനിക് പ്രധാനപ്പെട്ട സാധനമാണ്. ആഴ്സനിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിഷങ്ങളുടെ രാജാവ്, കിങ് ഓഫ് പോയിസൺസ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ആഴ്സനിക് എന്ന് പറയുന്നത്. രാജാക്കന്മാരുടെ വിഷം എന്നറിയപ്പെടുന്ന മൂലകമാണ് ആഴ്സനിക്. അതുപോലെ ആൻറ്റിമണിയുടെ ലാറ്റിൻ നാമം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റിമണിയുടെ ലാറ്റിൻ നാമം എന്ന് പറയുന്നതാണ് സ്റ്റിബിയം. ആൻറ്റിമണിയുടെ പ്രതീകം സിംബൽ എന്ന് പറയുന്നത് SP ആണ്. പിന്നെ നൈട്രജൻ്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ നൈട്രജൻ കുടുംബത്തിൽപ്പെടുന്ന മൂലകങ്ങൾ എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മിത്ത്, മോസ്കോവിയം. മോസ്കോവിയത്തിന് പേര് ലഭിച്ചത് മോസ്കോ എന്ന സ്ഥലത്തിൻ്റെ പേരിൽ നിന്നാണ്. വിഷങ്ങളുടെ രാജാവ്, രാജാക്കന്മാരുടെ വിഷം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ആഴ്സനിക്. രാജാക്കന്മാരുടെ വിഷം എന്നൊക്കെ അറിയപ്പെടാൻ കാരണത്തിലുള്ള പല ഭരണാധികാരികളെയും വധിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വിഷമാണ് ആഴ്സനിക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രാജാക്കന്മാരുടെ വിഷം എന്നൊക്കെ അറിയപ്പെടുന്നത്. ആൻറ്റിമണിയുടെ ലാറ്റിൻ നാമം സ്റ്റിബിയം. പ്രതീകം എന്ന് പറയുന്നത് എന്താണ്? SB ആണ്. ഈ പ്രതീകം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടങ്സ്റ്റണിൻ്റെ പ്രതീകമൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ടങ്സ്റ്റണിൻ്റെ പ്രതീകം നമുക്കറിയാം. ടങ്സ്റ്റണിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് W ആണ്, T അല്ല. ടങ്സ്റ്റണിൻ്റെ പ്രതീകം എന്ന് പറയുന്നതാണ് W ആണ്. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചോണം. അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആൻറ്റിമണിയുടെ
പ്രതീകം എന്ന് പറയുന്നത് SB, കാരണം അതിൻ്റെ ലാറ്റിൻ നാമത്തിൽ നിന്നാണ് ആ പ്രതീകം വന്നിരിക്കുന്നത്. ലാറ്റിൻ നാമം എന്ന് പറയുന്നതാണ് സ്റ്റിബിയം എന്നാണ്. അടുത്തത് ഗ്രൂപ്പ് 16 ആണ്. ഗ്രൂപ്പ് 16 അറിയപ്പെടുന്ന പേരാണ് ഓക്സിജൻ ഫാമിലി, അല്ലെങ്കിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചാൽക്കോജൻ ഫാമിലി എന്ന് പറയും. ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലി അഥവാ ചാൽക്കോജൻ ഫാമിലി. അതിൽ ആദ്യ മൂലകം ഓക്സിജൻ, മറ്റു മൂലകങ്ങൾ എന്ന് പറയുന്നത് സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ലിവർമോറിയം. അപ്പോൾ ഗ്രൂപ്പ് 16 ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഓക്സിജൻ കുടുംബത്തിൽപ്പെടുന്ന മൂലകങ്ങളാണ് ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ലിവർമോറിയം. ഇതിൽ തന്നെ നമ്മൾ സെലീനിയം ഒക്കെ നേരത്തെ പറഞ്ഞ ചന്ദ്രൻ്റെ പേരിൽ നിന്ന് പേര് ലഭിച്ചത്, ടെലൂറിയം ഭൂമിയുടെ പേരിൽ നിന്ന് പേര് ലഭിച്ചത്. ഇനി പൊളോണിയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോളണ്ട് എന്ന രാജ്യത്തിൻ്റെ പേരിൽ നിന്ന് പേര് ലഭിച്ച മൂലകമാണ് പൊളോണിയം. ഈ പൊളോണിയം കണ്ടുപിടിച്ച ആരാണ്? പൊളോണിയം, റേഡിയം, ഈ രണ്ട് മൂലകങ്ങൾ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് മാഡം ക്യൂറിയാണ്. മാഡം ക്യൂറിയാണ് റേഡിയവും പൊളോണിയവും കണ്ടുപിടിച്ചത്. അതിൽ റേഡിയം കണ്ടുപിടിച്ച ആരെന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റേഡിയവും പൊളോണിയവും കണ്ടുപിടിച്ചിരിക്കുന്ന ആര് തന്നെയാണ്? മാഡം ക്യൂറി തന്നെയാണ്. അടുത്തത് ഗ്രൂപ്പ് 17. ഗ്രൂപ്പ് 17 അറിയപ്പെടുന്ന പേരാണ് ഹാലജൻ ഫാമിലി. ഗ്രൂപ്പ് 17 അറിയപ്പെടുന്ന പേരാണ് ഹാലജൻ ഫാമിലി. ഹാലജൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻസ് തന്നിട്ട് ഹാലജൻ ഉദാഹരണം എന്നൊക്കെ ചോദിക്കാറുള്ളതാണ്. ഹാലജൻ ഫാമിലിയിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ എന്ന് പറയുന്നതാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ ആൻഡ് ടെന്നിസിൻ. അപ്പോൾ ഇതിൽ തന്നെ നമുക്കൊരു 4 എണ്ണമാണ് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്ന പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. ഹാലജൻ ഫാമിലിയിലെ പ്രധാന മൂലകങ്ങൾ എന്ന് പറയുന്നതാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ബ്രോമിനൊക്കെ നമുക്കറിയാം ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹ മൂലകമാണ് ബ്രോമിൻ എന്ന് പറയുന്നത്. ക്ലോറിൻ ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അടുത്തത് ഗ്രൂപ്പ് 18. ഗ്രൂപ്പ് 18 അലസവാതകങ്ങൾ അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് എന്ന് പറയാം. അലസവാതകങ്ങളാണ് ഗ്രൂപ്പ് 18 എന്ന് പറയുന്നത്. അലസവാതകങ്ങളും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സാധനമാണ്. അലസവാതകങ്ങൾ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിക്കാറുണ്ട്. PSC അങ്ങനെ ചോദിച്ചില്ല, ഒരു റെയിൽവേയുടെയൊക്കെ എക്സാമിന് വന്നൊരു പോയിൻ്റാണ് അലസവാതകങ്ങൾ കണ്ടുപിടിച്ച ആരെന്നുള്ളത്. ഈ അലസവാതകങ്ങൾ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് വില്യം റാംസെ. അലസവാതകങ്ങൾ കണ്ടുപിടിച്ച ആരാണ്? വില്യം റാംസെ. അപ്പോൾ പേര് ഓർത്ത് വെച്ചോണം. അലസവാതകങ്ങൾ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് വില്യം റാംസെ. അലസവാതകങ്ങൾക്ക് ഉദാഹരണമാണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. അലസവാതകങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. അതിൽ ഹീലിയത്തിൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞാണ്. സൂര്യൻ്റെ പേരിൽ നിന്ന് പേര് ലഭിച്ച മൂലകമാണ് ഹീലിയം എന്നൊക്കെ പറഞ്ഞു. ആർഗൺ ബൾബിൽ നിറയ്ക്കുന്ന സാധാരണ വൈദ്യുത ബൾബുകളിൽ നിറയ്ക്കുന്ന വാതകമാണ് ആർഗൺ എന്ന് പറയുന്നത്. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില മൂലകങ്ങളും അവയുടെ അറ്റോമിക് നമ്പറുമാണ്. നമ്മൾ പറഞ്ഞു പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളുണ്ട്. അവയുടെ എല്ലാം ഒന്ന് അറ്റോമിക് നമ്പർ പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ സെലക്റ്റീവായിട്ടാണ് അവിടെ കാര്യങ്ങൾ പഠിക്കുന്നത്. ഈ ഇത്രയും മാത്രം ഉൾക്കൊള്ളിക്കാൻ കാരണമെന്ന് പറയുന്നത് പലപ്പോഴും അറ്റോമിക് നമ്പർ എടുത്ത് ചോദിക്കുന്നത് അതിൻ്റെ പേര് കൊണ്ട് സവിശേഷതയുള്ള ചില മൂലകങ്ങളിലാണ് ചോദിക്കാറുള്ളത്. പിന്നെ ഉപയോഗം കൊണ്ട് സവിശേഷതയുള്ളതിൻ്റെയൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ 100 അടുത്ത അറ്റോമിക് നമ്പർ വരുന്ന മൂലകങ്ങളെക്കുറിച്ചും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് മൂലകങ്ങളാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ക്യൂറിയമാണ് പറഞ്ഞിരിക്കുന്നത്. ക്യൂറിയത്തിന് ആ പേര് വരാൻ കാരണം മറ്റൊന്നുമല്ല, മാഡം ക്യൂറിയോടുള്ള സ്മരണാർത്ഥമാണ് ക്യൂറിയത്തിന് ആ പേര് ലഭിച്ചിരിക്കുന്നത്. ക്യൂറിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നതാണ് 96. ആൽബർട്ട് ഐൻസ്റ്റീനോടുള്ള സ്മരണാർത്ഥമാണ് ഐൻസ്റ്റീനിയം. അതിൻ്റെ അറ്റോമിക് നമ്പറാണ് 99. ഓർത്ത് വെച്ചോണം. കാരണം അടുത്തത് 100ാമത്തെ മൂലകം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. 100, 101 ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ 99 കൂടെ ഓർത്ത് വെച്ചോണം. ഓപ്ഷനിൽ 99ാമത്തെ മൂലകമൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 99ാമത് മൂലകമാണ് ഐൻസ്റ്റീനിയം എന്ന് പറയുന്നത്. 100ാമത് മൂലകം എന്ന് പറയുന്നത് ഏതാണ്? ഫെർമിയമാണ്. 101ാമത് മൂലകം എന്ന് പറയുന്നത് മെൻഡലീവിയം. ഫെർമിയത്തിന് പേര് ലഭിച്ചത് എൻറിക്കോ ഫെർമിയോടുള്ള സ്മരണാർത്ഥമാണ്. മെൻഡലീവിനോടുള്ള സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന മൂലകമാണ് മെൻഡലീവിയം. അതുപോലെ നൊബീലിയം 102. 103ാമത് മൂലകം എന്ന് പറയുന്നത് ലോറൻസിയം. 104 റുദർഫോർഡിയം. ഏണസ്റ്റ് റുദർഫോർഡിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പം ഈ 99, 100, 101, 102 ഈ സാധനങ്ങളൊന്നും കൺഫ്യൂഷൻ ആകാതെ ഓർത്ത് വെച്ചോണം. ഐൻസ്റ്റീനിയം 99, ഫെർമിയം 100, മെൻഡലീവിയം 101, നൊബീലിയം 102. മാഡം ക്യൂറിയോടുള്ള സ്മരണാർത്ഥമാണ് ക്യൂറിയത്തിന് നാമകരണം നൽകിയിരിക്കുന്നത്. ക്യൂറിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 96.